कृष्ण 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 हरे 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 राम 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 ഞാനേ 2 വർഷം മുമ്പേ മലപ്പുറം ജില്ലയുടെ ശിവസേനയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ചില സാഹചര്യം കൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയും ഇപ്പൊ വീണ്ടും അത് ബിജെപിയുടെ ഭാഗമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭയ്ക്ക് മത്സരിച്ച ആളാണ് ഞാൻ. ഇപ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂര് MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള പ്രയത്നത്തിലാണ്. അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഹിന്ദു സമാജത്തിന്റെ പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലുള്ള ആളുകളുടെ ഉന്നമനമാണ് പ്രധാനമായിട്ട്. അത് ഇപ്രാവശ്യം ശിവസേനയുടെ പേര് നിൽക്കണമെന്ന് വെറുതെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നടപ്പിലേക്ക് വേണ്ടില്ല, നടക്കാൻ വേണ്ടിയല്ല. കാരണം BJP ഇപ്രാവശ്യം മത്സരത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. BJPന്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റായ ആളുകളെ അവർക്ക് അത് അവരുടെ കുടുംബക്കാരാണ്, കൂട്ടുകാരാണ്, നാട്ടുകാരാണ്. അവരോട് ഞാൻ കണ്ടു പറഞ്ഞു. BJP സെക്രട്ടറി ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ എന്റെ ചെലവ് കൊണ്ട് ഞാൻ അവിടെ എല്ലാ പോസ്റ്റിനും കൊണ്ടോട്ടെ എന്ന് വരുമ്പോൾ എന്നെ ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇവരൊക്കെ അടുക്കളയിലെ അനിയർത്തി മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹിന്ദുത്വം ഹിന്ദു എന്താണെന്ന് അറിയണ്ടേ? നിലമ്പൂർ ഒരു കൊടിയില്ല, പിന്നെ എന്നെ